പാർലമെന്റിൽ അകാരണമായി ബഹളം വയ്ക്കുന്ന കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ചുട്ട മറുപടി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത്. തുടർച്ചയായി 3ാം തവണയും അധികാരത്തിൽ വന്ന ഒരേ ഒരു കോൺഗ്രസ് ഇതര നേതാവ് എന്ന നിലയിൽ ചരിത്രപരമായ നേട്ടമാണ് BJP സ്വന്തമാക്കിയത്. എന്നാൽ കോൺഗ്രസിന്റെ തെറ്റിദ്ധാരണ കണ്ടാൽ തോന്നും അവരാണ് ജയിച്ചതെന്ന്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്, നിങ്ങൾക്ക് ലഭിച്ചത് 100-ൽ 99 സീറ്റുകളല്ല, 543-ൽ 99 സീറ്റുകളാണ് എന്നും പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തി. 543-ൽ 99 മാർക്ക് മാത്രം മേടിച്ചിട്ടും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് മധുരം വിതരണം ചെയ്യുന്ന കുട്ടിയാണ് രാഹുൽ ഗാന്ധി എന്നും കാര്യമറിയുന്ന ടീച്ചർക്ക് അത് പറഞ്ഞു മനസ്സിലാക്കണം എന്നുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. 99 മാർക്ക് നേടിയ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ അത് എല്ലാവരെയും കാണിക്കുമായിരുന്നു. 99 എന്ന് കേൾക്കുമ്പോൾ ആളുകൾ അവനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ ഒരു ടീച്ചർ വന്നു ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് മധുരം വിതരണം ചെയ്യുന്നതെന്ന്. 100-ൽ 99 അല്ല, 543-ൽ 99 കിട്ടിയതെന്ന് ആ ടീച്ചർക്ക് പറയണമെന്നുണ്ടായിരുന്നു. തോൽവിയിൽ നിങ്ങളൊരു ലോക റെക്കോർഡ് സൃഷ്ടിച്ചുവെന്ന് ഇപ്പോൾ ആ കുട്ടിയോട് ആരാണ് വിശദീകരിക്കുക എന്നും പ്രധാനമന്ത്രി ലോക്സഭയിൽ ചോദിച്ചു. 99 സീറ്റ് കിട്ടിയത് ആഘോഷമാക്കുന്ന രാഹുലിനെയും കോൺഗ്രസിനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം നടന്നത്. രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കായുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1984-ലെ തിരഞ്ഞെടുപ്പിന് ശേഷം 10 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളാണ് രാജ്യത്ത് നടന്നത്. എന്നാൽ ഒരിക്കൽ പോലും കോൺഗ്രസിന് 250 കടക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ 4 നിയമസഭയിലേക്ക് കൂടി തിരഞ്ഞെടുപ്പ് നടന്നു. 4 സംസ്ഥാനങ്ങളിലും NDA സഖ്യം വിജയം നേടുകയും ചെയ്തു. ഒഡീഷയിലെ ജനങ്ങളും BJP അനുഗ്രഹിച്ചു. 3ാം തവണയും തങ്ങൾ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് നടപടികൾക്കൊടുവിൽ രാജ്യത്തെ ജനങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുത്തു. ചില ആളുകളുടെ വേദന തനിക്ക് മനസ്സിലാകും. തുടർച്ചയായി നുണകൾ പ്രചരിപ്പിച്ചിട്ടും അവർക്ക് വലിയ പരാജയം നേരിടേണ്ടി വന്നുവെന്നും അതിന്റെ വേദന എനിക്ക് മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ദീർഘകാലം രാജ്യം പ്രീണന രാഷ്ട്രീയത്തിന് സാക്ഷ്യം വഹിച്ചു. എന്നാൽ ഞങ്ങൾ പ്രീണനത്തിന് പകരം സംതൃപ്തിപ്പെടുത്തുന്ന സമീപനം സ്വീകരിച്ചു. എല്ലാവർക്കും നീതി, ആർക്കും പ്രീണനമില്ല എന്ന സമീപനം എന്നതായിരുന്നു നയം. അഴിമതിയോട് സഹിഷ്ണുതയില്ല എന്ന സമീപനത്തിന് ജനങ്ങളുടെ പിന്തുണ ലഭിച്ചു. ഇന്ത്യ ആദ്യം എന്ന ആശയമാണ് മുന്നോട്ട് വെച്ചത്. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാനുള്ള ക്യാമ്പിന് തിരഞ്ഞെടുപ്പിൽ അനുഗ്രഹം ലഭിച്ചുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു.